കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നയനെ കല്യാണം കഴിച്ചതിന് ശേഷമുള്ള മാറ്റമൊന്നും അല്ല ദിലിയേട്ടനുള്ളത്. അത് ഞാനും ദിയയൊക്കെ പറയുന്നത് അമ്മ മനസ്സിലാക്കണം. ദിലിയേട്ടൻ MBBS അഡ്മിഷൻ കിട്ടി പോയ ശേഷം ആദ്യത്തെ 2-3 മാസം അമ്മയുടെ മോൻ തന്നെയായിരുന്നു. അത് കഴിഞ്ഞപ്പോ ആളാകെ മാറി. പിന്നെ പണത്തോടായി അങ്ങേർക്ക് താല്പര്യം മൊത്തം. സത്യം പറഞ്ഞ ഇനി ഏട്ടനാണെങ്കിലും അയാളെ കാണാൻ പോലും എനിക്ക് തോന്നുന്നില്ലമ്മേ. ലാലേട്ടനെ വിളിച്ചപ്പോ നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാ പറഞ്ഞേ. ഇനി അതിന്റെ ആവശ്യമൊന്നുമില്ല മോളെ. ഇനിയിപ്പോ എന്നെ കൊണ്ടുപോകാനായിട്ട് ലാല് വരണം, അതിനി ആരില് കാണണം, എന്നിട്ട് പിന്നെ അതിന്റെ പേര് വേദനിക്കണം. ഇപ്പൊ എനിക്ക് ചെറിയൊരു തലവേദനയുള്ളൂ, അത് ദിവസങ്ങൾ കഴിയുമ്പോ മാറും. മക്കളുടെ ജീവിതം എല്ലാ അമ്മമാർക്കും പ്രധാനം. അതുകൊണ്ട് മോളുടെ ജീവിതം തകരുന്ന ഒരു പ്രവൃത്തിയും ഇനി ചെയ്യണ്ട മോളെ. ഞാൻ അമ്മയ്ക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഇതുകൊണ്ടൊക്കെ ഞാൻ പറഞ്ഞത് അവൻ്റെ ആ ക്ലിനിക് ഉണ്ടല്ലോ, അത് തല്ലിപ്പൊളിച്ച് കളയണമെന്ന്. അവന്റെ സ്വഭാവത്തിനനുസരിച്ച് അവനൊരു ഡോക്ടറാവാനുള്ള ഒരു യോഗ്യതയുമില്ല. ഇനിയിപ്പോ ഇതിന്റെ പേരില് ബുള്ളറ്റ് അവിടെ പോയി വഴക്കൊന്നും ഉണ്ടാക്കണ്ട. തന്റെ അമ്മയ്ക്ക് വയ്യാതായപ്പോ എന്നെ വിളിക്കണ്ടായോ? ഞാൻ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകത്തില്ലേ? ഉണ്ടയാണെങ്കിലും ചില ഡോക്ടേഴ്സുമായിട്ടൊക്കെ എനിക്ക് നല്ല അടുപ്പാ. അവർക്ക് വേണ്ടിയിട്ടും ഞാൻ ചില കൊട്ടേഷൻസ് ഒക്കെ ഏറ്റെടുത്തിട്ടുണ്ട്, നല്ലതിനു വേണ്ടി മാത്രം. അങ്ങനെയുള്ള ഡോക്ടർമാർക്കൊക്കെ എന്നോട് നല്ല മതിപ്പാ. പിന്നെ നിങ്ങളുടെ കുടുംബ ഡോക്ടർ ഉണ്ടല്ലോ, ഡോക്ടർ ഇക്ബാൽ ഡോക്ടർ ഇപ്പൊ നാട്ടിലില്ല, അതല്ലേ പ്രശ്നമായത്. ഓ, അല്ലെങ്കിൽ അങ്ങോട്ടേ പോകത്തുള്ളായിരുന്നു. എന്നിട്ടിപ്പോ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, ലോ പ്രഷർ നേരത്തെ ഉള്ളതാ. ഉപ്പിട്ട് നാരങ്ങ വെള്ളം കുടിക്കാറുണ്ട് ഇടയ്ക്ക്. പക്ഷേ ഈ ടെൻഷനൊക്കെ വരുമ്പോ ഭക്ഷണത്തിന്റെ ക്രമം തന്നെ തെറ്റിപ്പോവും. അതുപോലെ തന്നെ മരുന്നും കഴിക്കില്ല, അതാ പ്രശ്നമായ. ക്ലിനിക്കിലെത്തിയപ്പോ പ്രഷർ വളരെ ലോ ആയിരുന്നു. പിന്നെ നാരങ്ങ വെള്ളം വാങ്ങിക്കൊടുത്തതിന് ശേഷമാ ആളൊന്ന് നിവർന്നു നിന്നത്. എന്നാൽ അതുപോലും അവിടുന്ന് കൊടുത്തില്ല. അയാൾക്ക് തിരക്കല്ലേ. ചേച്ചി എന്നെ ഇപ്പൊ വിളിച്ചിരുന്നു. അമ്മയ്ക്ക് വേണ്ടതൊക്കെ ഒരുക്കി വെച്ചിട്ട് ചേച്ചി ഇപ്പൊ പുറത്തേക്ക് പോയിരിക്കുക. അതുകൊണ്ട് എനിക്ക് ഉടനെ അവിടെ എത്തണം. എന്നാ പിന്നെ ഞാനിവിടെ വരാം. എനിക്കൂടെ അവിടെ വന്ന് അമ്മയൊന്ന് കാണണം. എന്നാ പിന്നെ വിട്ടോ, ഞാൻ പിന്നിൽ കയറിക്കോളാം. കേറുവോ? അത് കൊള്ളാം. എന്താ കയറിയാല്? അല്ല, പരിസരവാസികളൊക്കെ കാണില്ലേ? കാണട്ടെ. ബുള്ളറ്റ് ജഗനെ എല്ലാവർക്കും പേടിയാ. അപ്പൊ ഈ ബുള്ളറ്റിന്റെ പുറകെ വരുന്ന എന്നോടും അതിന്റെ ഒരു പേടിയും ബഹുമാനവും ഒക്കെ എല്ലാവർക്കും കാണും. അതെപ്പോഴും ഗുണം ചെയ്യില്ല. എനിക്ക് ബന്ധുക്കളെക്കാളും ശത്രുക്കളാ കൂടുതല്. കൊറേ നാളായിട്ട് നമ്മൾ ഇതുപോലെ കാണുകയും ഒന്നിച്ചിരുന്ന് ചായ കുടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. പിന്നെന്താ കുഴപ്പം? ബുള്ളറ്റ് വണ്ടി വിട്. ശരി. അമ്മേ, അമ്മയെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. ആരാ മോളെ? രജനിയാണോ? രജനിയല്ല, വേറൊരാളാ. അമ്മ കാണണമെന്ന് ആഗ്രഹിച്ച ഒരാള്. ദേ നോക്ക്. ജഗനായിരുന്നോ? വാ മോനെ, ഇരിക്ക. അപ്പോഴേ ഇതുവരെ ഒരു ഗ്ലാസ് ചായ ഇട്ട് തരാൻ കഴിഞ്ഞിട്ടില്ല. ആ കടം ഇന്ന് വിട്ടണം. കാപ്പിയിട്ട് വെച്ചിട്ട് പുറത്തേക്ക് പോയത്, ഒന്ന് ചൂടാക്കിയ മതി. അതിന്റെ ഒന്നും ആവശ്യമില്ല. ആവശ്യമുണ്ടോ ഇല്ലയോന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം.
കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ വലിയ വിഷമം തോന്നി മാഡം. മക്കളുടെ തലതിരിഞ്ഞു പോയാ എന്തു ചെയ്യാനാ? അതിലൊന്നും എനിക്കൊരു വിഷമമില്ല. പക്ഷേ നല്ല വേദനയുണ്ട് എന്നെ ജഗനിങ്ങനെ മാഡം എന്ന് വിളിക്കുന്നതിൽ. പിന്നെ ഞാൻ എന്താ വിളിക്കേണ്ടത്? 5 വയസ്സുള്ളപ്പോ അമ്മയും അച്ഛനെയൊക്കെ നഷ്ടപ്പെട്ടതല്ലേ, പിന്നെ അമ്മയെന്ന് വിളിച്ചൂടെ? എന്റെ അരികിലിരുന്ന് എനിക്ക് ധൈര്യം തരേണ്ട, എന്നെ നോക്കേണ്ട മോൻ ഇപ്പൊ ഭാര്യയ്ക്കൊപ്പം മാറി താമസിക്കാം. ക്ലിനിക്കിൽ ചെന്നപ്പോ അവനെന്നെ നന്നായിയാ നോക്കിയത്. പിന്നെ അവന്റെ ഭാര്യ അവന് ക്ലിനിക്ക് ഇട്ട് കൊടുത്തത്. അവർക്ക് ലക്ഷങ്ങൾ മുടക്കിയത് മുതലാക്കണ്ടേ, അതുകൊണ്ടാ പൈസ വാങ്ങിച്ചത്. അല്ലെങ്കിലും അവള് പറയുന്ന പോലെ ബന്ധങ്ങൾ വേറെ, ബിസിനസ് വേറെ. അവിടെ നമ്മൾ ചെക്കപ്പിന് പോയി കഴിഞ്ഞാൽ പൈസ അടയ്ക്കണം. അമ്മയ്ക്കൊരു തളർച്ച ഉണ്ടാകുമ്പോ മക്കളെ ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞാൽ മതി. മക്കൾ അമ്മമാരുടെ അടുത്ത് പാഞ്ഞെത്തും. അങ്ങനെയാണ് വേണ്ടത്. വീട്ടിൽ വന്നാണ് ചികിത്സിക്കേണ്ടത്. ഇവിടെ പൈസ വാങ്ങിച്ചത് മാത്രമല്ലല്ലോ, അവിടെ ചെന്നപ്പോ കാത്തിരിക്കേണ്ടി വന്നില്ലേ? അവനോട് പറഞ്ഞില്ല ഞാൻ പുറത്തുണ്ടെന്ന്. അകത്തേക്ക് ചെല്ലുമ്പോഴാ എന്നെ അവൻ കണ്ടത്. ആ, ഇനി ദിലീപിനെ അമ്മ ഇങ്ങനെ ന്യായീകരിക്കണ്ട, അത് ശരിയല്ല. സത്യം പറഞ്ഞ അമ്മയുടെ അവസ്ഥ അറിഞ്ഞപ്പോ അവിടെ പോയി അമ്മയുടെ മോനെ കാണാൻ എനിക്ക് തോന്നിയത്. ഇടയ്ക്ക് ഞാൻ അവനെ കണ്ടിരുന്നു. കൊടുക്കേണ്ട താക്കീതൊക്കെ കൊടുത്താ ഞാൻ വിട്ടത്. എന്നിട്ടും സ്വഭാവത്തിനൊരു മാറ്റവും ഇല്ല. അമ്മ പറഞ്ഞത് നേരെ. 5 വയസ്സ് മുതൽ എനിക്ക് അമ്മയെന്ന് അച്ഛനെന്ന് വിളിക്കാൻ ആരുമില്ലായിരുന്നു. എന്നാൽ അമ്മയുടെ ആയുസിന്റെ നല്ലൊരു അംശം ദിലീപിന് വേണ്ടിയാ മാറ്റിവെച്ചത്. ദിയ പറഞ്ഞിട്ടുണ്ട് കഥകളൊക്കെ. അവരെക്കാൾ കൂടുതൽ അവരുടെ അമ്മ സ്നേഹിച്ച മോനെ പറ്റി. അതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിനകത്തൊരു കുത്തല. എങ്ങനെയാ പയ്യൻ ഇങ്ങനെയൊക്കെ മാറാൻ പറ്റുന്നതെന്ന് അറിയില്ല. ഇതുപോലുള്ള നന്ദികേടനൊക്കെ സാധാരണ ഞാൻ ദേഹത്ത് കൈവച്ചിട്ട് സംസാരിക്കാറുള്ളൂ. പിന്നെ അവിടെയും അമ്മയുടെ മുഖോർത്തിട്ടാ ഞാൻ അവനെ ഒന്നും ചെയ്യാത്തത്. പോട്ടെ മോനെ, ഓരോരുത്തരകന്നു പോകുമ്പോ മറ്റു പലരും അരികിലേക്ക് വരുവാണല്ലോ. ഇനി ഞാൻ ഇടയ്ക്കൊക്കെ വരാമേ. വരണം, എന്നും വന്നാലും വിരോധമില്ല. നേരത്തെ ജഗനും തീയമോളും തമ്മിൽ അടുത്തിടപഴകുന്നത് എനിക്ക് പേടിയായിരുന്നു. എന്നാൽ ഇപ്പൊ അതൊരു ധൈര്യ. എന്റെ ഭർത്താവും മൂത്ത മോനും എന്നെ വിട്ടകന്നു പോയെങ്കിലും പെട്ടെന്നൊരാവശ്യം വന്ന വിളിക്കാൻ ഒരാൾ അടുത്തുണ്ടല്ലോ, അതൊരു ചെറിയ കാര്യമല്ല. അതെ, കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്, വാ. കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ മോളെ? ചേച്ചിയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാ പോയത്. അല്ല, എനിക്ക് കാപ്പി മാത്രം മതി. ഒന്ന് വാന്നേ. എടി, ഇത് എന്തെടുക്കുക നിന്റെ അമ്മ? പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ. ഒരുങ്ങാൻ പറഞ്ഞാൽ അധികം ഒരുങ്ങാത്ത ആളാ. ഇന്നിപ്പോ എന്ത് പറ്റി? എടി സുകന്യേ, വരുന്നു. അതെ, അമ്മയും കൊണ്ട് പുറത്തേക്ക് പോകുന്നതൊക്കെ കൊള്ളാം, വളരെ സൂക്ഷിക്കണം. അതുകൊണ്ടല്ലേ ഹെൽമെറ്റും വെച്ചോണ്ട് പോകുന്നത്. പിന്നെ ആര് കണ്ടുപിടിക്കാനാ? ഇന്ന് വെച്ച് എപ്പോഴും ഹെൽമെറ്റ് വെക്കില്ലല്ലോ. ഭാര്യയുമായിട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാ ഭാര്യക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കേണ്ടി വരില്ലേ? ആ സമയത്ത് ഹെൽമെറ്റ് എടുക്കില്ലേ? ഞങ്ങള് കുറച്ച് ഒഴിഞ്ഞ കോണിലോട്ടാ പോകാൻ പോകുന്നത്. അവിടെ വെച്ച് ഞങ്ങളെ ആരും കാണാൻ പോകുന്നില്ല. പിന്നെ ഈ നാട്ടിലുള്ള ആർക്കും ഞങ്ങളെ രണ്ടാളെ അത്ര പരിചയമില്ലല്ലോ. പിന്നെ എനിക്ക് കുടുംബമുണ്ട്, അതങ്ങ് നെടുമാങ്ങാട്ടാ. പക്ഷെ ഇവിടെ അച്ഛന് പരിചയമുള്ള ഒരുപാട് പേരുണ്ട്. ജേട്ടനും ഹരിയേട്ടനും മാത്രമല്ല, ദീപേച്ചിക്കും ദീപേച്ചിയുടെ വീട്ടുകാർക്കും ഒക്കെ അച്ഛനെ അറിയാം. പിന്നെ കാർത്തിക്കും സദാനന്ദനും ഒക്കെ അച്ഛനെ അറിയാലോ. അന്ന് ദീപേച്ചിയുടെയും ജയേട്ടന്റെ കല്യാണത്തിന് വന്നവർക്കൊക്കെ മുഖപരിചയം കാണുമല്ലോ. ഓ, അങ്ങനൊക്കെ ഓർത്താ ഇപ്പൊ ജീവിക്കാൻ നോക്കുവോ? എടി, എത്ര ദിവസം എന്ന് വെച്ചാ നിന്റെ അമ്മേനെ തടച്ചിരിക്കുന്നത്? എന്റെ കാര്യവും അങ്ങനെ തന്നെ. ഇതിനെ തിരികെയല്ലേ മോളെ? ഭാര്യയുടെയും മോളുടെയും കൂടെ ഇരിക്കാൻ ഇഷ്ടമെന്നല്ലേ അച്ഛൻ പറഞ്ഞേ? അല്ല, എനിക്ക് ഇഷ്ടം തന്നെ.
എടി എന്ന് വെച്ച് പുറത്തിറങ്ങാതിരിക്കുന്ന മോളുടെ അമ്മയെ ഇടയ്ക്കിടയ്ക്ക് പുറത്തിറക്കണ്ടായോ? അങ്ങ് കോട്ടയത്തായിരുന്നപ്പോഴും വീട്ടിനകത്ത് തന്നെ കഥകടച്ചിരിപ്പായിരുന്നു. പിന്നെ ആകെ പോകുന്നത് അമ്പലത്തിലേക്കാ. ആ എന്ന് വെച്ച് എനിക്ക് പുറത്തു പോകണമെന്ന് ഒരു നിർബന്ധമില്ല മോളെ. ഗംഗേട്ടനാ നിർബന്ധിച്ചു പറഞ്ഞത് പുറത്തു പോകാന്ന്. മാർക്കറ്റിൽ പോയി നല്ല മീനൊക്കെ മേടിക്കണം. ഇവിടെ വീടിന്റെ നടയിൽ കൊണ്ടുവരുന്നതൊക്കെ 4-5 ദിവസം ഐസ് കിടന്ന ഐറ്റങ്ങളാ. കുറച്ചു ദിവസം മീനില്ലാതെ അങ്ങ് മുന്നോട്ട് പോയാ പോരെ. എടി മോക്ക് മീൻ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് മോക്ക് ഇഷ്ടപ്പെട്ട മീനൊക്കെ വാങ്ങിച്ച് നന്നായിട്ട് പാകപ്പെടുത്തി കൊടുക്കണം. അതല്ലേ ഒരു സന്തോഷം. ഇവിടുന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോ ആരും കാണണ്ട. അച്ഛൻ ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നിൽക്കാം. അമ്മയുമായിട്ട് പോകുമ്പോഴാണ് സൂക്ഷിക്കേണ്ടത്. ഓ, റിഗൊക്കെ വെച്ചേക്കുന്നോണ്ട് എന്നെ അത്ര പെട്ടെന്ന് ആരും തിരിച്ചറിയത്തില്ല. പിന്നെ ജയനും ഹരിയും ഒക്കെ കണ്ടാല് ചിലപ്പോ എന്നെ തിരിച്ചറിയാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ സുകന്യയും അവരാരും അറിയത്തില്ല. എങ്കിലും എനിക്ക് നല്ല പേടിയുണ്ട്. എനിക്ക് ഒട്ടുമില്ല. നീ ഇങ്ങോട്ട് വാ, ഞങ്ങൾ എന്നാ പോയിട്ട് വരാം മോളെ. ശരി. വാ. അണ്ണാ, അവിടെ പോയതിനു ശേഷം ചേച്ചി അങ്ങനെ മനസ്സിൽ നിന്ന് പോകുന്നില്ല അല്ലേ? അല്ലടാ, ദിയയുടെ അമ്മയുടെ അരികിലിരുന്നപ്പോ എനിക്കെന്റെ സ്വന്തം അമ്മയുടെ അരികിലിരുന്ന പോലെയാ തോന്നിയത്. അമ്മായി അമ്മയും അമ്മയായിട്ട് കരുതാണ്ണ. തമാശയല്ലടാ, അവരൊരു ഐശ്വര്യമുള്ള സ്ത്രീയാ. അതല്ലേ അണ്ണാ മോക്ക് ഐശ്വര്യം കൂടിയത്. ഇനിയിപ്പോ എന്തായാലും അവരുടെയൊക്കെ സങ്കടം എന്റെയും സങ്കടം കൂടിയാ. ഈ പറയുന്നത് കേട്ടാ തോന്നും ഇതുവരെ അവരുടെ സങ്കടം അണ്ണ ഏറ്റെടുക്കാതെ നടക്കുകയാണെന്ന്. ഓരോ ദിവസം അവരെ കാണും തോറും അവരോട് അടുപ്പം കൂടിക്കൂടി വരിക. എന്നാ പിന്നെ അവിടെ എങ്ങ് താമസിച്ചൂടെ അണ്ണാ? എടാ, നീ എന്തിനാടാ ഓരോന്നിനും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ജീവിതത്തില് സ്നേഹിക്കാൻ കൊള്ളാവുന്ന കുറച്ചുപേരെ കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് ഞാനിപ്പോ. പ്രത്യേകിച്ച് ഒരു കുടുംബത്തെ കിട്ടിയതിന്റെ സന്തോഷത്തിൽ. അതിന്റെ ഇടയ്ക്ക് ആ ജയലാലും ദീപയും തമ്മില് ബന്ധം പിരിയണമെന്നും പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ട് നടക്കുക. അതിന് എല്ലാ പിന്തുണയും കൊടുക്കുന്നത് അയാളാ, ദീപയുടെ അച്ഛൻ, ആ വൃത്തികെട്ടവൻ. അയാളുടെ ആയുസ് തീരാറായണ്ണ. ആരുടെയൊക്കെ ആയുസ് തീരാറായെന്നറിയില്ല. ഇനി മറ്റു പലരുടെ ആയുസ് എടുക്കണമെന്നാ തോന്നുന്നത്. ആ ഡോക്ടറുണ്ടല്ലോ ദിലീപ്, അവനെക്കുറിച്ച് ഓർക്കുമ്പോ വീണ്ടും വീണ്ടും എന്റെ രക്തം തിളയ്ക്കുക. എന്തൊരു ജന്മാണ് അവൻ്റെയൊക്കെ. അമ്മ അസുഖമായിട്ട് ചെന്നപ്പോ കാശ് വാങ്ങിക്കുന്ന മോൻ. ബിസിനസ് ബിസിനസ്, ബന്ധങ്ങൾ വേറെ, അതാണ് അവന്റെ പോളിസി. എന്നാ പിന്നെ അവനോട് ഏതെങ്കിലും ഒരു നല്ല പോളിസി എടുത്ത് വെക്കാൻ പറയണ. അതാവുമ്പോ ചാവുമ്പോ അവന്റെ കെട്ടികൾക്കെങ്കിലും കിട്ടും. ഇവനൊക്കെ ആൺകുഞ്ഞുങ്ങൾ ജനിക്കും. അവർ ഇവനോടൊക്കെ നന്ദികേട് കാണിക്കുമ്പോഴേ അവന്റെ അമ്മയുടെ വില എനിക്കറിയൂ. ഇന്നത്തെ കാലത്ത് ദുഷ്ടരായ അച്ഛനും അമ്മയ്ക്കും പെമ്മക്കളല്ല ജനിക്കുന്നത്, ആൺമക്കളാ. അവരുടെ കല്യാണം കഴിയുന്നതോടെ അവർ അനാഥരാകൂടാ. അതാണിപ്പോ കൂടുതലും കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെ പറ്റുവണ്ണ. നമ്മുടെ മാതാപിതാക്കളെ തള്ളിക്കളഞ്ഞിട്ട് വരുന്ന അവളുമാരെ അവരെ ഭരിച്ചാൽ നമ്മളെ അവളുമാരെ കാലേ വാരി നിലത്തടിക്കത്തില്ലയോ? ഒന്നും അറിയില്ല. ഓരോരോ സാഹചര്യങ്ങൾ വരുമ്പോഴേ നമ്മൾ എങ്ങനെയാണെന്ന് പറയാൻ പറ്റൂ. എന്തായാലും എന്നെ ഒരു മകനെ പോലെ കാണുന്ന സ്ഥിതിക്ക് അവന്റെ സ്ഥാനത്ത് ഞാനുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് ഇനി അങ്ങോട്ട് പോകണം. പൊയ്ക്കോ, ബന്ധങ്ങളങ്ങ് ഉറക്കട്ടണ്ട. എനിക്ക് ആദ്യമൊക്കെ ചേച്ചി അണ്ണനും തമ്മിലുള്ള കല്യാണം നടക്കുന്ന സംശയം ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് ഉറപ്പായി അണ്ണൻ ആ കുടുംബമായിട്ട് വിട്ടു നിൽക്കാൻ പറ്റത്തില്ല എന്ന്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ആ കുടുംബത്തിലോട്ടങ്ങ് കയറാൻ.
എന്തായിട്ട് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? മൊത്തത്തിൽ ഇപ്പൊ കാര്യങ്ങളൊക്കെ കുഴഞ്ഞു പറഞ്ഞു കിടക്കല്ലേ, അതുകൊണ്ടാണ് നിന്നെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചത്. കണ്ടിട്ട് എന്തായിട്ടാ കാര്യം? ഇതിന് വ്യക്തമായൊരു പരിഹാരം കാണാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. മേടമാസത്തിൽ കല്യാണം എന്ന് പറഞ്ഞ് ഉറച്ചു നിൽക്കും അമ്മയും ചാരും ഒക്കെ. ആ, അതിന്റെ ഇടയ്ക്കാണ് പ്രേമന്റെ വരവ്. അവന്റെ ഏഷണിയും കൂടെ ആയപ്പോ മൊത്തത്തിലെ കാര്യങ്ങൾ കൂടെ. പിന്നെ ചാരുവിനെ കെട്ടാൻ പോകുന്ന കാർത്തി നല്ലൊന്നും അമ്മയ്ക്ക് അവൾക്ക് പറഞ്ഞു കൊടുക്കില്ലല്ലോ. അതിന്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് മൂത്ത പെങ്ങളും വിളിക്കുന്നുണ്ട് അവളുടെ പാർട്ട് ക്ലിയർ ആക്കാൻ. എല്ലാവർക്കും ദീപ എന്റെ ജീവിതത്തിൽ നിന്ന് പോണം, അത്രേ ഉള്ളൂ. അതേപ്പറ്റി സംസാരിക്കാനല്ല ഞാൻ നിന്നെ വിളിപ്പിച്ചത്. മറ്റൊരു കാര്യം പറയാനാ. അച്ഛനെപ്പോഴും ഗുരുവായൂർ തന്നെ അല്ലേ? അതെ. നിന്നെ ഇപ്പോഴെങ്ങനെ വിളിച്ചിരുന്നു? ഞാൻ എന്നും വിളിക്കുന്നുണ്ടല്ലോ. എനിക്ക് ദീപയ്ക്കും വേണ്ടി അമ്പലങ്ങളൊക്കെ കയറി ഇറങ്ങി നടക്കുക അച്ഛൻ. എടാ, ആ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? എന്തായിട്ടാ അങ്ങനെ പറഞ്ഞത്? നമ്മുടെ അച്ഛൻ കള്ളൊന്നും പറയാറില്ലല്ലോ. എന്നായിരുന്നു എൻ്റെ വിശ്വാസം. പക്ഷേ ഇപ്പൊ അതൊക്കെ തെറ്റുവാണോന്നൊരു സംശയം. എന്താ ഏട്ടാ? മൊത്തത്തിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. അല്ല, ഞാൻ വീട്ടിൽ നിന്ന് മാറിയതിനു ശേഷം നീയായിട്ടായിരുന്നല്ലോ ഏതു നേരവും അച്ഛൻ രഹസ്യങ്ങളൊക്കെ കൈമാറുന്നു. ആ നേരത്ത് അച്ഛൻ ഏതെങ്കിലും സ്ത്രീകളെ പറ്റി നിന്നോട് പറയുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ? ഏട്ടനോട് പറയാത്ത ഏത് സ്ത്രീയെ പറ്റി എന്നോട് പറയുന്നത്? അച്ഛൻ തീർത്ഥാടനത്തിന് തന്നെ പോയതാണോടാ? അമ്പലത്തിൽ പോകുന്നെന്ന് കള്ളം പറഞ്ഞിട്ട് അച്ഛൻ വെറുതെ തെറ്റൊന്നും ചെയ്യത്തില്ല. നീയിപ്പോ നിന്നോട് ഈ മൊബൈൽ സംസാരിക്കും. നീ ഒന്ന് കണ്ടുനോക്ക്. എന്നിട്ട് എന്റെ സംശയം തെറ്റാണോ ശരിയാണോ എന്ന് നീ പറ. ഞാനാകെ അപ്സെറ്റാ. ഏതാണ് ആ സ്ത്രീ എന്ന് മനസ്സിലാവുന്നില്ലല്ലോ. നീ എന്താണ് ചിന്തിക്കുന്നത്? ഏയ്, ഒന്നുമില്ല. അച്ഛൻ ഗുരുവായൂരാണെന്നാ പറഞ്ഞത്. ഇനിയിപ്പോ എവിടെ എത്തിക്കാണോ? ഞാനൊന്ന് വിളിക്കാം. ആരെ വിളിക്കുന്നേ? അയ്യോ, ജയന. മോനെ. അച്ഛൻ എവിടെയാ? ഞാൻ ഗുരുവായൂരാ. രാവിലെ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് അമ്പലത്തിൽ നിന്ന് പാൽപ്പായസമൊക്കെ വാങ്ങി അത് കുടിച്ചോണ്ടിരിക്കുക. അല്ല, നല്ല ദർശനമൊക്കെ കിട്ടിയോ? പിന്നെ 2-3 തവണ കയറി തൊഴുതു. ഇന്ന് പറയത്തക്ക തിരക്കൊന്നുമില്ല. നീ എന്താ വിളിച്ചേ? അച്ഛൻ എവിടെ ഉണ്ടെന്ന് അറിയാനായിട്ട് വിളിച്ചതാ. ഇവിടെ എനിക്ക് നല്ല ടെൻഷനാ. പിന്നെ ഞാൻ വിളിച്ചോളാം അച്ഛാ. ശരി. എന്തൊക്കെ കള്ളങ്ങളീ പറയുന്നേ? പിന്നെ നിനക്കപ്പോ ഇവിടെ ഉണ്ടെന്ന് പറയണോ? അത് കൊള്ളാം. നീ കേറ്, വേഗം കേറ്. അച്ഛനപ്പോ കള്ളം പറയാറുണ്ടല്ലേ? നല്ല രീതിയിൽ. ഈ പറയുന്ന സ്ത്രീയെ നിനക്ക് പരിചയമുണ്ടോ? അതൊക്കെ ഞാൻ പിന്നീട് പറയാട്ടാ.
ദീപയുടെ എന്റെയും കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ നടക്കുമ്പോഴാണ് അച്ഛനിപ്പോ ഇങ്ങനെ ടെൻഷൻ കൊണ്ടിട്ടത്. ഇനിയിപ്പോ സത്യം എന്താണെന്ന് കണ്ടുപിടിച്ചല്ലേ പറ്റൂ. ഇതിനു മുമ്പ് ഞാൻ ആ സ്ത്രീയെ കണ്ടിട്ടില്ല. എന്ന് മാത്രമല്ല, നമ്മുടെ ബന്ധത്തിലോ പരിചയത്തിലോ ഉള്ളൊരു സ്ത്രീ അല്ല അത്. നമ്മുടെ പ്രായത്തിലുള്ള മക്കൾക്ക് ചിലപ്പോ ചില ചുറ്റിക്കളികളൊക്കെ ഉണ്ടായെന്ന് വരാം. പക്ഷേ ഇവിടെ അച്ഛനാണ് ചുറ്റിക്കളി. എടാ, നാണക്കേട് ഉണ്ടാക്കോടാ. അച്ഛനങ്ങനെ കള്ളം പറയുന്ന കൂട്ടത്തിലൊന്നുമല്ല. പക്ഷെ ഇവിടെ കല്ല് വെച്ച നുണകളാ പറഞ്ഞിരിക്കുന്നത്. ഗുരുവായൂർ ദർശനം കഴിഞ്ഞിട്ട് പാൽപായസം കുടിക്കുവാണെന്ന്. ഇവിടെ പാൽപായസം അല്ല, കരിക്കും വെള്ളമാ രണ്ടാളും കുടിച്ചത്. അച്ഛൻ ഇവിടെ താമസിക്കുന്ന സമയത്ത് ആരുമായിട്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങിയിട്ടില്ല. പക്ഷെ അച്ഛനിടയ്ക്ക് തീർത്ഥാടനത്തിനെന്നും പറഞ്ഞ് വീട് വിട്ട് പോയിട്ടുണ്ട്. അതെങ്ങോട്ടാണെന്ന് ആർക്കറിയാം. കൂടുതലും പോയിട്ടുള്ളത് പനച്ചിക്കാട് അമ്പലത്തിലേക്കാണ്. പനച്ചിക്കാട് ദേവിയുടെ വലിയ ഭക്തനാണ് അച്ഛനെന്ന് ഒരു ധാരണ പരത്തിയിട്ടുണ്ട്. അല്ല, ഇവിടെ ഇപ്പൊ അച്ഛന്റെ കൂടെ വേറൊരു സ്ത്രീയെ കണ്ടത് നമ്മുടെ പരിസരത്തല്ലേ, കോട്ടയത്തല്ലല്ലോ. കഥകള് കറങ്ങിത്തിരിഞ്ഞ് കോട്ടയം വഴി തിരുവനന്തപുരത്ത് എത്തിയതാണെങ്കിലോ?